എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. അത് ഇഷ്ടമുള്ളൊരു ദക്ഷിണ അയച്ചു തന്നാൽ മതി. അത് ജാതകത്തിലെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി പരിഹാരം നടത്തി തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. രോഹിണി നക്ഷത്രക്കാർ, അതായത് മെയ് മാസം 15-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയാണ്, ഇടവമാസമാണ്. ഇടവമാസം തൊട്ട് അങ്ങോട്ടുള്ള മാസങ്ങൾ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുദോഷങ്ങൾ കൂടാനിടയുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പാരയായി വരുന്ന ഒരു മാസവും കൂടെ ആയിരിക്കും ഇടവം, അല്ലേ? അതായത് ശത്രുദോഷങ്ങൾ വളർന്നു വരാനിടയുണ്ട്. അതായത് നമ്മൾ നല്ലപോലെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ കൂട്ടുകാരികൾ, അതേപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള പരിസരവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടാൻ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ശത്രുദോഷങ്ങൾ കൂടാം രോഹിണി നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഇടവമാസം, അതായത് മെയ് 15 തൊട്ട് അങ്ങോട്ടുള്ള ദിവസം പണസംബന്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് കടം കൊടുക്കാനോ കടം മേടിക്കാനോ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകരുത്. രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പല ആൾക്കാരായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകാം. അതായത് സാമ്പത്തിക തടസ്സം ഉണ്ടാകാം, അതേപോലെ തന്നെ സ്കിന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും. നമ്മൾ എത്ര ഡോക്ടറെയൊക്കെ കാണിച്ചാലും നമ്മൾ മരുന്ന് തീരുന്നല്ല, നമ്മുടെ അസുഖങ്ങൾ മാറുന്നില്ല. സ്കിന്ന് പരമായിട്ടുള്ള ഓരോരോ ശരീരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ, ഒന്നുമില്ലാത്ത പെട്ടെന്ന്, അതായത് നമ്മൾ ബിസിനസ് പരമായി ചെയ്യുമ്പോൾ പെട്ടെന്ന് സാമ്പത്തികം ഡിമ്മാകുന്ന പോലെ, അതായത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സാമ്പത്തിക ലാഭമില്ല. ഇപ്പോൾ ഹോട്ടൽ മേഖലകളാണെങ്കിലും ബിസിനസ് മേഖലകളിലൊക്കെ നടക്കുമ്പം കച്ചവടമുണ്ട്, എന്നാൽ ഒരു പെട്ടെന്ന് ഒരു ഡിം അടിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഹോട്ടലിൽ ഒരു കടയിലൊക്കെ ആണെങ്കിൽ 10,000-20,000 രൂപ വരെ കച്ചവടം ചെയ്യുന്ന കടയിൽ 15, 12, അതുപോലെ തന്നെ 10 താഴത്തോട്ടൊക്കെ അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടാകാം. അത് രോഹിണി നക്ഷത്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പണസംബന്ധമായ ഇടപാടുകൾ ആരുമായിട്ടും നടത്തരുത്. അങ്ങോട്ട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം പറയാൻ. കാരണം ശത്രുദോഷങ്ങൾ കൂടാനിടയുള്ള ഒരു മാസം കൂടെയാണ്. അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ക്ഷേത്രമായി ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ പറയത്തില്ല, ദൈവാനുഗ്രഹം. ഏതൊരു രോഹിണി നക്ഷത്രക്കാർക്കും ദൈവാനുഗ്രഹം അനുസരിച്ചായിരിക്കും അവരുള്ള ഫലം. നമ്മൾ ഒരു പെട്ടെന്ന് ഒരാൾ വീണു, അയ്യോ ദൈവാനുഗ്രഹം കൊണ്ട് ആ വ്യക്തിക്കൊന്നും പറ്റിയില്ല. അതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെ എല്ലാ നക്ഷത്രക്കാർക്കും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ എന്നാൽ ചിലവർക്ക് അത് കാര്യങ്ങളായിട്ട് ബാധിക്കുന്നില്ല. എന്നാൽ ചില ആൾക്കാർ പറയും, എന്നെ എന്ത് ദോഷമുണ്ടെങ്കിലും ബാധിക്കും. അത് അവരുടെ ദൈവാനുഗ്രഹം പോലെ ഇരിക്കും. ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ ചിലവർക്കുണ്ടാകാൻ, ചിലവർക്കുണ്ടാകത്തില്ല. ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർ അത്രത്തോളം അവരെ ഈശ്വരനെ സ്നേഹിക്കുന്നു, ഈശ്വരനെ വിശ്വസിക്കുന്നു. അവരുടെ പ്രവൃത്തി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ ദോഷങ്ങളൊന്നും വരാതെ ഈശ്വരാനുഗ്രഹം കൊണ്ട് വരുന്ന ദോഷങ്ങളൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് സാധാരണ രീതിയിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല. നമ്മുടെ കർമ്മം നല്ലതായാൽ മതി, അല്ലേ? കർമ്മം നല്ലതാണെങ്കിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം താനെ ഉണ്ടാകും. അമ്പലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരേപോലെ എല്ലാ ആൾക്കാരെയും സ്നേഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നന്മ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് നിലവിലുള്ള ഈ ദോഷങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുക. ദേവീ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ദോഷങ്ങൾ മാറാൻ വേണ്ടി ദേവീഷിക്ക് ഒരു ചുമന്ന മാല, അതായത് രക്തഹാരമാല എന്ന് ഉദ്ദേശിക്കുന്ന ചുമന്ന കളറിലെ മാലയും ചുമന്ന കളറിലെ ഉടയാടയും ആ ദേവതയ്ക്ക് എന്തെങ്കിലും നമ്മുടെ സാമ്പത്തികം പോലെ നീതിയും കൊടുക്കുക. ഇത് 3 ചൊവ്വ വെള്ളി ഉടയാട മാല കൊടുക്കുക. ജോലിക്ക് പോകുന്ന രോഹിണി നക്ഷത്രക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചുമന്ന കളറിലെ ഉടയാട, ചുമന്ന മാല, ദേവിക്ക് കടുംപായസോ ഇല്ലെങ്കിൽ അറുനാഴിയോ നമ്മുടെ സാമ്പത്തികം പോലെ ചെറിയൊരു പായസവും കൂടെ കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ശത്രുപരമായ ദോഷങ്ങൾ ജാതകത്തിൽ മാറിക്കിട്ടി ദേവിയുടെ അനുഗ്രഹത്താൽ ഇടവമാസം നല്ലപോലെ ആയിരിക്കും. പിന്നെ വിശ്വാസം കാര്യങ്ങളുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇത് ചെയ്യുന്നതോട് കൂട്ടത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് നിലവിലെ ദോഷം മാറി, ശത്രുദോഷങ്ങൾ മാറി, സാമ്പത്തികപരമായ തടസ്സങ്ങളൊക്കെ മാറി എല്ലാ വിധത്തിലും മംഗളങ്ങൾ ഉണ്ടാകുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർ ഇടവമാസത്തിൽ ശ്രദ്ധിക്കുക. പൈസ സംബന്ധമായ കാര്യങ്ങൾ ആലോചിച്ച് വേണം ചെയ്യാൻ. ആർക്കും കടം കൊടുക്കരുത് രോഹിണി നക്ഷത്രക്കാർ. ജീവിതത്തിൽ വരുന്ന ചെറിയ തടസ്സങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവാനുഗ്രഹം ഉപയോഗിച്ച് നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും. അതിനുള്ള പരിഹാര കാര്യങ്ങളായിട്ടാണ് ഞാനിത് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ രോഹിണി നക്ഷത്രക്കാർ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഓൺലൈനായി നോക്കി പറഞ്ഞു തരുന്നതാണ്.